ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാജിവെക്കാനുള്ള തൻ്റെ തീരുമാനത്തെക്കുറിച്ച് ദേവിക പറയുമ്പോൾ അത് ചേച്ചി എല്ലാത്തിൽ നിന്നും ഒളിച്ചോടുന്നതിന് തുല്യമാണെന്നും ചേച്ചിയെ തെരഞ്ഞെടുത്ത ജനങ്ങളോട് ചേച്ചിക്കൊരു ഉത്തരവാദിത്തമുണ്ട്, പറ്റുമെങ്കിൽ ചേച്ചി ഒരു മന്ത്രിയായി നന്ദകുമാരൻ്റെ മുന്നിലൂടെ സ്റ്റേറ്റ് കാറിൽ പോകണം എന്നെല്ലാം ശാരിക പറയുന്നത് കേട്ട് ദേവിയേക്കും അത് ശരിയാണെന്ന് തോന്നുന്നു. പിന്നീട് ദേവിയില്ലാതെ ഒരു നിമിഷം പോലും വയ്യ എന്നും അവളെ എനിക്ക് കാണണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദേവി പോയ വിഷമത്തിൽ കരയുന്ന നന്ദനെ കണ്ട ദേഷ്യം വരികയാണ് ഇസബെല്ലയ്ക്ക്. തുടർന്ന് കെവിനോട് ദേവിയെ വിളിക്കാനും എനിക്ക് വേണ്ടി അവളോട് സംസാരിക്കാനും പറയുന്നു. ഫോൺ സ്പീക്കറിലിടാനും പറയുന്നുണ്ട്. അപ്പോൾ ഇസബെല്ലയിൽ നിന്നും അനുവാദം കിട്ടുന്ന കെവിനാണെങ്കിൽ ദേവിയെ വിളിക്കുന്നു. അപ്പോൾ ചേച്ചിയുടെ ഫോണിലേക്ക് കെവിൻ വിളിക്കുന്നത് കണ്ട് ഷാരിയാണ് ഫോൺ എടുക്കുന്നത്. പക്ഷേ കെവിനാണെങ്കിൽ എല്ലാവരും നിൽക്കുന്നത് കൊണ്ട് തന്നെ ഷാരിയോടൊന്നും സംസാരിക്കാനും കഴിയുന്നില്ല. തുടർന്ന് ഷാരി ഫോൺ ദേവിയേക്ക് കൊടുക്കുന്നു. അപ്പോൾ ദേവിക തിരക്കിലാണോ എന്ന് കെവിൻ ചോദിക്കുന്നതും ഞാൻ കെവിൻ്റെ കൂടെ കോളേജ് മീറ്റ് ആയിരുന്ന ആ പഴയ ദേവിക അല്ല എന്നും ഞാനിപ്പോൾ ഒരു MLA ആണെന്നെല്ലാം ദേവിക പറയുമ്പോൾ വീണ്ടും ദേവികയ്ക്ക് നന്ദന് ദേവികയോട് സംസാരിക്കണമെന്നെല്ലാം കെവിൻ പറയുമ്പോൾ പോയി പണി നോക്കാൻ ദേവിക പറയുന്നത് കേട്ട് നന്ദനാണെങ്കിൽ ഞെട്ടി വിറയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇസബെല്ലയ്ക്കാണെങ്കിൽ അത് കേട്ട് വളരെയധികം സന്തോഷമാവുന്നുണ്ട്. തുടർന്ന് ദേവിക പറഞ്ഞത് കേട്ടല്ലോ, നന്ദൻ ദേവിക കൂടെ ഇല്ലെങ്കിൽ എങ്ങനെ വിഷമിക്കുന്നു, പക്ഷെ ദേവിയയ്ക്ക് ഒരു കുഴപ്പമില്ല, ദേവിയയ്ക്ക് നന്ദനെ വേണ്ടെങ്കിൽ നന്ദന് അവളെ വേണ്ടെന്ന് ഇന്നലെ വേണ്ടെന്ന് പറയണം എന്നെല്ലാം ഇസബെല്ല പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെ ദേവി പറയണമെങ്കിൽ അവളുടെ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടുണ്ട് എന്ന് നന്ദൻ പറയുമ്പോൾ എങ്കിൽ നന്ദൻ എല്ലാം അവളോട് തുറന്നു പറ, ഋഷിയെ കൊന്നതും ദേവിക അറിയട്ടെ, അതോടുകൂടി ദേവികയുടെ MLA സ്ഥാനം പോകും, നന്ദൻ ജയിലിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രഭ ആൻറ്റി ആത്മഹത്യ ചെയ്യും എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നന്ദനെ പേടിപ്പിച്ച് നിർത്തുന്നുണ്ട് കേട്ടോ ഇസബെല്ല. ശേഷം ഇസബെല്ല കെവിനോട് പറയുന്നുണ്ട്, നന്ദനെ ഒന്ന് സൂക്ഷിക്കണം, തൽക്കാലം നമ്മൾ നന്ദനെ അങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്, പക്ഷേ ഇനി ദേവികയുടെ ഡിവോഴ്സ് നോട്ടീസ് എങ്ങാനും നന്ദന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നന്ദനെ നളച്ചിടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നന്ദനെ ഉപേക്ഷിച്ച് പോയ ദേവിക ഒരിക്കലും ഇനി നന്ദൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരാനും പാടില്ല എന്നും പറയുന്നുണ്ട്. ഇതേസമയം ഷാരി ദേവിയോട് പറയുന്നുണ്ട്, ചേച്ചിയുടെ പെർഫോമൻസ് നന്നായി ചേച്ചി, ഭാര്യയെ വഞ്ചിച്ച ഭർത്താവിനോട് ഇങ്ങനെ തന്നെ വേണം പ്രതികരിക്കാൻ എന്ന് പറയുമ്പോൾ ഇത് ഞാൻ മുൻപേ തന്നെ ചെയ്യേണ്ടതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, എൻ്റെ ഈ ബോൾഡ്നെസ്സിന് നീയും ഒരു കാരണക്കാരിയാണ്, നിൻ്റെ വാക്കുകൾ എന്നെ അത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ദേവികയും പറയുന്നു. പിന്നീട് ഷാരിയും കെവിനും കണ്ടുമുട്ടുന്നുണ്ട്. തുടർന്ന് മനഃപൂർവ്വം നന്ദൻ്റെയും ദേവികയുടെയും വിഷയം ഷാരിക അവിടെ എടുത്തിരുന്നുണ്ട്. വളരെ സ്നേഹിച്ചു കഴിഞ്ഞിരുന്നവരാണ് നന്ദേട്ടനും ചേച്ചിയും. നന്ദേട്ടന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടായത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സ്നേഹിച്ചിരുന്നവർ തമ്മിൽ വേർപിരിയുന്നത് വിഷമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇനി നമുക്കും ഇങ്ങനെ ഒരു അവസ്ഥ വരുമോ എന്നെല്ലാം ഷാരി ചോദിക്കുന്നുണ്ട്. കെവിനിൽ നിന്നും എന്തെങ്കിലും ഒരു സൂചന കിട്ടുമോ എന്ന് കണക്കാക്കിക്കൊണ്ട് മനഃപൂർവ്വം തന്നെയാണ് ഷാരി അത് ചോദിക്കുന്നത്. അതൊന്നുമില്ല ഷാരി എന്ന് പറയുന്നുണ്ട് കേട്ടോ കെവിൻ. ഇസബെല്ലയെയും നന്ദേട്ടനെയും തമ്മിൽ വഴിവിട്ട ബന്ധം ഉണ്ടെന്നാണ് ചേച്ചി പറയുന്നത്. ഇനി കെവിൻ ചേട്ടൻ്റെ ഫ്രണ്ടും ഈ ഇസബെല്ലയും ഒരാൾ തന്നെയാണോ എന്നും ഷാരി ചോദിക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും വ്യക്തമായിട്ടുള്ള മറുപടി കെവിൻ കൊടുക്കുന്നില്ല. ഷാരികയെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് കെവിൻ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് ജീവിതം തുടങ്ങിയവർ തന്നെയാണ് നന്ദേട്ടനും ചേച്ചിയും, എന്നിട്ടിപ്പോൾ രണ്ടുപേരും രണ്ട് ധ്രുവങ്ങളിലായില്ലേ എന്ന് ഷാരി പറയുന്നുണ്ട്. ഏതായാലും കുറച്ചുകൂടി ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് നടത്തിയാൽ ഇയാൾ മറച്ചു വെച്ചിരിക്കുന്ന സത്യങ്ങളെല്ലാം പുറത്തു വരുമെന്ന് തന്നെ ഷാരിയെ മനസ്സിലാക്കുന്നുണ്ട്. പിന്നീട് നന്ദനാണെങ്കിൽ ദേവി വീട്ടിലില്ലാതെ അവളെ കാണാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയില്ല, അവളെ മറന്ന് തെറ്റായൊരു പ്രവൃത്തി പോലും ഇതുവരെ ചെയ്തിട്ടില്ല, ഇങ്ങനെയൊരു ഊരാക്കുടുക്കിൽ പെട്ടുപോയത് കൊണ്ടാണ് ഋഷിയുടെ മരണം സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ താനും ദേവികയും തമ്മിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല എന്നെല്ലാം ആലോചിച്ച് വല്ലാതെ വിഷമിക്കുന്നു. അവളോട് എല്ലാം തുറന്നു പറഞ്ഞാലോ, കുറ്റം ജയിലിൽ പോയി കിടന്നാലും ദേവികയുടെ മനസ്സ് തന്നിൽ നിന്നും ഒരിക്കലും അകന്നു പോയില്ല, അവൾ ഒരിക്കലും തന്നെ വെറുക്കില്ല എന്നെല്ലാം ചിന്തിച്ചു പോകുന്നുണ്ട് കേട്ടോ നന്ദൻ. പിന്നീട് കെവിനും ഇതേ സമയം ചിന്തിക്കുന്നുണ്ട്, ദേവികയും നന്ദനും തമ്മിൽ അകലാനുള്ള പ്രധാന കാരണം ഞങ്ങളാണ്, ഇതുപോലെ തന്നെയല്ലേ ശാരികയെ നഷ്ടപ്പെടുന്ന കാര്യം തനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ്, അതുപോലെ തന്നെ ഇതേ ഒരു അവസ്ഥയിലൂടെ തന്നെയല്ലേ നന്ദനും കടന്നു പോകുന്നത്, അപ്പോൾ നന്ദനോടും എല്ലാം തുറന്നു പറഞ്ഞാലോ, ഋഷി മരിച്ചിട്ടില്ല എന്നും ഋഷി ചന്ദ്രോത്തുകാരോടുള്ള പ്രതികാരം തീർക്കാൻ നന്ദനെ ട്രാപ്പിൽ പെടുത്തിയിരിക്കുകയാണ്, ഇസബെല്ലയും അതിനെല്ലാം അതിനെല്ലാം കൂട്ടുനിന്നിരിക്കുകയാണ് എന്നെല്ലാം തുറന്ന് പറഞ്ഞാലോ എന്നെല്ലാം കെവിൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും
ഷാരിയുടെ കുറച്ചുകൂടി ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് നടത്തി കഴിഞ്ഞാൽ കെവിൻ തന്നെ എല്ലാ സത്യങ്ങളും നന്ദനോട് തുറന്ന് പറയാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല ഇപ്പോൾ ജയിലിൽ പോയി കിടന്നാലും ദേവികയെല്ലാം അറിയിക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ ഏകദേശം നന്ദൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിലൂടെ ദേവി ഉടനെ തന്നെ സത്യങ്ങളെല്ലാം അറിയും, നന്ദനും സത്യങ്ങളെല്ലാം അറിയും. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം വരാൻ പോകുന്ന കിടലൻ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്